ചേട്ടൻ പോകുന്ന പോക്ക് കണ്ടാ തോന്നും കുഞ്ചു ഇപ്പൊ സർപ്രൈസ് ആയി മതി മറന്ന് കെട്ടി പിടിച്ച് ചേട്ടാന്ന് പറയുന്നത്. പ്ലാൻ ആപ്പ് ഓക്കെ ഡൺ. ഇരക്കീറിയ നായകൻ ഞങ്ങളുടെ കുറച്ചേരി ഇരിക്കാൻ വന്നതിൽ നന്ദിയുണ്ട്. ഒരു ചേഞ്ചിന് നിനക്ക് പണിയില്ല, നമുക്ക് രണ്ടുപേർക്ക് പണിയുണ്ട്. ഒരു വെറൈറ്റി അല്ലേ? 2 weeks ആയിട്ട് എനിക്ക് പണിയില്ല. ഓ മൈ ഗോഡ്. നിനക്ക് പാർക്കിൽ ഡാൻസ് ക്ലാസ് എല്ലാം നടത്തിക്കൂടെ? ചുമ്മാ നടത്തിക്കൂടെ ഡാൻസ് ക്ലാസ് എല്ലാം? ഇതിനൊക്കെ പൈസ കിട്ടുന്നേ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ്. ഇതെടുക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ആണ്, നിങ്ങളിത് കാണുമ്പോൾ ചിലപ്പോൾ ഗുഡ് ഈവനിങ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് പ്രേമിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഒരു വ്ളോഗാണ്. സോ ബർത്ത്ഡേ സ്പെഷ്യലിന് ഇപ്രാവശ്യം പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാരണം പ്രേം ഷൂട്ടിന് പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ മാത്രം ചെന്നൈയിലാണ് ഉള്ളൂ. നാട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ചെയ്യാനില്ലാതിരുന്നൊരു ബർത്ത്ഡേയിലാണ് പെട്ടെന്ന് ശ്യാം ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെന്നൈക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും പ്രേം പ്രതീക്ഷിക്കില്ല ശ്യാം ചേട്ടൻ ഒരു എഫേർട്ട് എടുത്ത് ചെന്നൈയിൽ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ കുഞ്ചുവിൻ്റെ ഒരു സർപ്രൈസ് മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. അപ്പം രാവിലെ 8:30 മണിയായി പ്രേം ഷൂട്ടിന് പോയി. ചേട്ടൻ 9 മണിയാവുമ്പം ലാൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നേരെ എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരും പോകുന്നു, കേക്ക് വാങ്ങിക്കുന്നു, നേരെ ലൊക്കേഷനിൽ പോകുന്നു. അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ നോക്കാം ഇന്നത്തെ ഈ പ്ലാൻ എവിടം വരെ പോകുമെന്ന്. ഓക്കെ, സോ ബാക്കി വിശേഷങ്ങൾ വഴിയേ. കേക്ക് വാങ്ങിക്കാനായിട്ട് ഞങ്ങളിതാ ഇവിടെ വന്നിരിക്കുകയാണ്. ചേട്ടൻ അവിടെ സെലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പക്ഷേ ഫുൾ ചോക്ലേറ്റ് കേക്കും പൈനാപ്പിൾ കേക്കും മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് പൈനാപ്പിൾ കുഞ്ചുവിന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പൈനാപ്പിളിൻ്റെ എന്തും കുഞ്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഒരു പൈനാപ്പിളും പിന്നെ ഒരു ചോക്ലേറ്റും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ 2 ഫ്ലേവർ കേക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് സെറ്റിലേക്ക് പോകാൻ പോകുന്നത്. ഞാനതിൻ്റെ ഇങ്ങനെ പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ തമിഴ് മന്നൻ എന്ന് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരോട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. അതിനിടയ്ക്ക് ചേട്ടന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി ചേട്ടൻ ഇവിടെ ഫുഡ് മേടിച്ചു. ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞിട്ട് നേരെ എയർപോർട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ഭാഗ്യത്തിന് ഇവിടെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് മേടിച്ചു. ചേട്ടൻ അപ്പം വിശന്ന് വലഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു. അതുകൊണ്ട് പാവം ഫുഡ് കഴിക്കുകയാണ്. എന്തായിരുന്നു പെട്ടെന്നുള്ളൊരു തീരുമാനത്തിന്റെ പിന്നിലുള്ള രഹസ്യം? ഏതായാലും അവനവന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നീ എന്തെങ്കിലും റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഒരു ട്വിസ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതി. ഭയങ്കര ട്വിസ്റ്റ് ആയിപ്പോട്ടെ ഇത്. എനിക്കാണെങ്കിൽ ഷൂട്ട് കഴിയുകയും ചെയ്തു, ഡബിങ്ങും കഴിഞ്ഞു. എന്നാ പിന്നെ പോന്നേക്കാന്ന് കരുതി. അതെ, ഇത് കുഞ്ചു ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അതുകൊണ്ട് സർപ്രൈസ്, ഇതൊരു വൻ സർപ്രൈസ് ആയിരിക്കും. ഞാൻ എന്ത് ചെയ്താലും അത് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യും, പക്ഷെ ഇത് എക്സ്പെക്ട് ചെയ്യില്ല. കൊള്ളാം. അതെ അതെ, കഴിക്കും. നേരെ നമ്മൾ ഇവിടുന്ന് സെറ്റിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് എന്താ എങ്ങനെയാ പ്ലാൻ ഒന്നും അറിയില്ല. പോയി കഴിഞ്ഞിട്ട് അവിടെ നോക്കാം. ഞാൻ അവിടെ പ്രേമിൻ്റെ സീരിയലിലെ ഭാഗ്യരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ആളോട് സംസാരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കാം. രണ്ടെണ്ണം സെറ്റായി. ഓക്കെ, പോലാം. അങ്ങനെ നമ്മൾ എല്ലാം കിട്ടി, ഞങ്ങൾ പോകുന്നു. ചേട്ടൻ പോകുന്ന പോക്ക് കണ്ടാ തോന്നും കുഞ്ചു ഇപ്പൊ സർപ്രൈസ് ആയി മതി മറന്ന് കെട്ടി പിടിച്ച് ചേട്ടാന്ന് പറയുന്നത്. ഒന്നുമില്ല, അവിടെ ചെല്ലുമ്പോ ചുമ്മാ ചിരിക്കും. അതെ, നീ എന്തിനാ വന്നേ? இந்த ചേട്ടനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത്. തങ്കരാജ് ഗുണ, ഭാഗ്യരാജ് നമ്മുടെ ഗുണ. നമുക്ക് ഗുണം ഉണ്ടായത് ഇദ്ദേഹമാണ്. ഇവരെല്ലാവരെയൊക്കെ ഒരേപോലെയാണ് അവരുടെ ഒരു ആക്ഷൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ ചേട്ടൻ സർപ്രൈസ് ചെയ്യാൻ പോണ്. സോ നാങ്ക മേലെ പോറോം, വാങ്ക.
சீரியல் விட கொஞ்சம் டிஃப்ரெண்டா இருக்கு இதோட ட்ரீட்மெண்ட். ரொம்ப நல்லா இருக்கு. எல்லா கேரக்டர்ஸும் அவங்க பெர்ஃபார்ம் பண்றது எல்லாமே நல்லா இருக்கு. கடைசில போயாட்டாங்க இப்போதான். என்னோட ஃபேமிலியில எல்லாருக்கும் தங்கராஜனை பிடிக்கவே பிடிக்காது, இவங்களே பிடிக்காது. குணாதான் எல்லாருக்கும் பிடிக்கும். அவங்களே இப்ப அவங்க சீன்ஸுமே தானே வருவாங்க, அப்ப பிடிச்சிட்டு வருது. அம்மா அப்பாவுக்கு Thanks for coming to our show. ரொம்ப சந்தோஷம் எங்க செட்டில். கேக் வாங்கிட்டு வந்திருக்காங்க அவ்வளவுதான். பட் அதை எப்போ வேணாலும் கட் பண்ணலாம். നായകൻ അങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ വന്നിരിക്കുകയാണ്. തിരക്കേറിയ നായകൻ ഞങ്ങളുടെ കുറച്ചേരി ഇരിക്കാൻ വന്നതിൽ നന്ദിയുണ്ട്. തമിഴ് മന്നൻ. അല്ല ചേട്ടാ, ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോ എന്നോട് തന്നെ ചില തമിഴ് വേർഡൊക്കെ പറയും. പറവല്ല, അത് ഞാൻ തമിഴ് ആളുകൾ എന്നോട് പറഞ്ഞു ഇത് ആണെന്ന് പറയുമ്പോഴാണ് തമിഴ് പറയുന്നത്. ആണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ കുഞ്ചു അവരെന്നോട് ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ തമിഴ് പറയും. അപ്പടി വന്നാ நல்லா இருக்கும் அவங்க சொன்னாங்க அப்படிയല്ലേ പറയാറ്. പക്ഷെ കുഞ്ചു അങ്ങനെയല്ല. അത് മലയാളത്തിൽ പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല, പറവല്ല, അങ്ങനെ. അതുകൊണ്ട് ഞങ്ങൾ തമിഴ് മന്നനെ ഒഫീഷ്യലി ആക്കി. മറ്റേ കേക്കിലേ എഴുതിയിട്ടുള്ളൂ. അത് ഒരു കേക്കിലേ ഉള്ളൂ അവിടെ. അപ്പൊ ഞങ്ങള് ഒരെണ്ണം പൈനാപ്പിൾ, കുഞ്ചുന് പൈനാപ്പിൾ ഇഷ്ടമായോണ്ട് പൈനാപ്പിൾ മേടിച്ചു. ഒരെണ്ണം ചോക്ലേറ്റ്. എന്നിട്ട് ചോക്ലേറ്റിൽ എഴുതി പൈനാപ്പിളും ഒരു സ്റ്റിക്കർ വെച്ചു. ഇതെപ്പോ മുറിക്കും? ഇവിടെ ഫ്രിഡ്ജ് ഉണ്ടോ? എനിക്കറിയില്ല. പിന്നെ അടിപൊളി. അതായത് സാറ് പറഞ്ഞു കഴിഞ്ഞിട്ട് താഴെ പോകുമ്പോൾ മുറിക്കാറുണ്ട്. പക്ഷെ
എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല സർപ്രൈസ് ഇങ്ങനെ ചേട്ടനെ കണ്ടപ്പോ എന്താ മനസ്സിൽ തോന്നിയത്? പറ. മനസ്സിൽ തോന്നിച്ചപ്പോ ഞാൻ വിചാരിക്കുന്നില്ല ആളുണ്ടാവും. ഒട്ടും വിചാരിക്കുന്നില്ലല്ലോ, ഒട്ടും. ഞാൻ ഇന്ന് എന്തെങ്കിലും സർപ്രൈസ് കൊണ്ടിരുന്നു വിചാരിച്ചോ? അത് ഞാൻ പറയാൻ പോയത് നീ ഒന്നും വരല്ല, സെറ്റിലേക്കൊന്നും വരല്ലേ, എന്തെങ്കിലും ചെയ്ത് സെറ്റിലേക്ക് വരല്ലെന്ന് പറയാൻ വരിക. പറയാൻ കഴിഞ്ഞു. ഇന്നലെ പറഞ്ഞു ഞാൻ മറന്നുപോയി. നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറയാൻ സെറ്റിലൊന്നും വരല്ല പ്ലീസ്, ചുമ്മാ ഇരുന്നോട്ടാണ് പറയാൻ എനിക്കത്. നീ വരുന്നുണ്ടെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. അതെ, ഞാൻ എന്തായാലും കേക്ക് വേണ്ടി ചെല്ലുന്നുള്ള കാര്യം കുഞ്ഞിന് അറിയാം. പക്ഷെ ഒരു കാര്യം ചേട്ടൻ വരാണെങ്കിൽ അതൊരു ട്വിസ്റ്റ് ആയിരിക്കും. അതെല്ലാം ഇടയ്ക്ക് വിളിച്ചു, നീ ഫോട്ടോ വെച്ചിട്ട് ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ലെന്ന്. അപ്പോഴേ കുഞ്ഞിന് മനസ്സിലായില്ല ഞാൻ വരുന്നത്. മനസ്സിലായില്ലേ, പ്ലാൻ ചെയ്തോളം മനസ്സിലായി. പക്ഷെ ഞാൻ ഹെയർ സ്പാ ചെയ്യാൻ പോയപ്പോ എന്ന് പറഞ്ഞപ്പോ കുഞ്ഞിന് അടിച്ചോ? അല്ല, ഞാൻ ഒന്നാം ഷോർട്ടിലിറക്കി ഇരിക്കുക, ബൈക്ക് ഓടിക്കുന്ന ടെൻഷൻ ഇരിക്കുക. എന്നിട്ട് ചേട്ടനെ കണ്ടപ്പോ സന്തോഷമായോ? ഇനി വീട്ടിൽ ചെല്ലുമ്പോ പിള്ളേച്ചന് വെച്ചിട്ടുണ്ട് വേറൊരു സർപ്രൈസ്. ഞെട്ടാൻ റെഡി ആയിക്കോളൂ മകാനെ. സൂം ചെയ്യാൻ പോയോ? പൈനാപ്പിൾ കേക്ക് എന്താ അനുഷ്ഠിതയാണ് നമ്മുടെ കേക്ക് കട്ടർ. ചോക്ലേറ്റ് തീർന്നോ? എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും കേക്ക് എന്റെ ലൊക്കേഷനിലെ കട്ട് എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഞാനാണ് കേക്ക് കട്ടിക്കുന്നത്. அப்படியே வீட்டுக்கு பார்சல் எங்க பேக்கிங் எங்க ஐயோ அதுக்குள்ள தூக்கி போட்டாங்க. நம்ம வேலையை பார்ப்போம். சாப்பிடுங்க, 2 பேரும் சாப்பிடுங்க. அள்ளி அள்ளி சாப்பிடுறாங்க. அள்ளி அள்ளி ஏறவோ. പ്ലാൻ ആപ്പ് ഓക്കെ ഡൺ. യെസ്. ഷൂട്ട് കഴിഞ്ഞിട്ട് കുഞ്ചു വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒത്തിരി ലേറ്റ് ആയിരുന്നു ഷൂട്ട് കഴിയാനായിട്ട്. ഓൾമോസ്റ്റ് 9:45. ഇനി 11 മണി വരെ ഓപ്പൺ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് ചേട്ടനും ഞാനും കുഞ്ചുവും കൂടി ഡിന്നർ കഴിക്കാൻ പോവാണ്. എന്തായാലും എല്ലാം ഹരിവരി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഓക്കെ, കിട്ടുന്ന സമയം നമ്മൾ 3 പേരും എത്ര നാളായിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് ഇരുന്ന് സംസാരിച്ചിട്ടും ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ടൊക്കെ ഓൾമോസ്റ്റ് ഒരു 6 months ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എത്ര തിരക്കാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലുമൊക്കെ ഒരു തട്ടുകടയാണെങ്കിലും വേണ്ടില്ല, നമുക്ക് പോയി കഴിക്കാം എന്നുള്ള പ്ലാനിൽ ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ കുഞ്ചു വേഗം റെഡിയായി, ചേട്ടൻ വേഗം റെഡിയായി, ഞാൻ വേഗം റെഡിയായി. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. തുണി അലക്കി ഇടുന്ന ഇതാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതെ, അവനവന്റെ തുണി അവനോ തന്നെ അലക്കി എടുക്കണത്. പ്രത്യേകിച്ച് ചെന്നൈയില് വീട്ടിലടി പിന്നെ ജാനീസ് അമ്മ നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ ചേട്ടന്റെ തുണി ചേട്ടൻ അലക്കണം, കുഞ്ചുവിന്റെ തുണി കുഞ്ചു അലക്കണം. ഞാൻ പിന്നെ അലക്കാനുള്ള മടി കൊണ്ട് തുണി അലക്കാറില്ല, എല്ലാം മടക്കി വെച്ചിട്ട്
ഞാൻ മൂവാറ്റുപുഴ പോയിട്ട് അമ്മയുടെ കൂടെ അമ്മേ എന്ന് പറഞ്ഞ് കൊടുക്കും. സോ നമ്മൾക്ക് ബർത്ത്ഡേ ഡിന്നറോട് കൂടി ഇന്നത്തെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് 3 കേക്ക് ലൊക്കേഷനിൽ സർപ്രൈസ് കുഞ്ചുവിനും. ഡയറക്ടർ സാർ ഒരു കേക്ക് മേടിച്ചു, അതന്നെ ടീം മേടിച്ചു. ഞങ്ങൾ കൊണ്ടുപോയി 2 കേക്ക്. പിന്നെ അതിന് മുമ്പ് തലേദിവസം അവര് വന്ന് കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ബർത്ത്ഡേക്ക് കേക്ക് അപ്പൊ എല്ലാ ബർത്ത്ഡേയും ക്യാരക്ടറായിട്ട് ഏതെങ്കിലും സെറ്റില് കേക്ക് കട്ട് ചെയ്യാൻ പറ്റട്ടെ. കബനിക്ക് ശേഷം ഫസ്റ്റ് ടൈമാണ് ഒരു സെറ്റിൽ ബാക്കിയുള്ള ഷെഡ്യൂൾ 1 to 15 ആണ് വരുന്നത്. ഇത് അത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് 16 to 30 ഷെഡ്യൂൾ. കബനി ഷെഡ്യൂൾ ഇല്ലല്ലോ, തോന്നിയ പോലെ ആയിരുന്നു ഇത്. ഫസ്റ്റ് ആണല്ലോ. അതെ, 16 to 30 ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് സെറ്റിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അത്രയും വർഷത്തേക്ക് ശേഷം. അപ്പൊ അടുത്ത വർഷം ബർത്ത്ഡേ ഒരു സെറ്റിൽ അടിപൊളി ഒരു ക്യാരക്ടറിന്റെ വേഷത്തിൽ കേക്ക്. അല്ല അതന്നെ, ഇവിടെ തന്നെയോ അല്ലെങ്കിൽ വേറെ വെബ് സീരീസോ സിനിമയോ എന്തെങ്കിലും ആവട്ടെ, അവിടെ ഞങ്ങൾ വന്ന് കേക്കും കൊണ്ട് ഇതുപോലെ എനിക്ക് വരാൻ പറ്റട്ടെ. യെസ്. അപ്പൊ അങ്ങനെ ബർത്ത്ഡേ ഡിന്നറിന് വേണ്ടിട്ട് എന്തായി ഊബർ എന്തായി? ഓക്കെ, അപ്പൊ ഇറങ്ങാം. വാ. യെസ്. പിന്നെ പറഞ്ഞോണ്ടിരിക്കുക ചെമ്പല്ലിയെ പറ്റി. ഞാൻ എന്താ അമ്മ ഇത്ര പറയുന്നത്, ഇത്ര ടേസ്റ്റ് ആണ് ചെമ്പല്ലിക്ക്. ചുങ്കു എന്നു ചോദിച്ചാൽ ചെമ്പല്ലി. അല്ല, ചുമ്മിനെ പറ്റി ചോദിച്ചപ്പോൾ ചെമ്പല്ലിയെ പറ്റി പറഞ്ഞോണ്ടിരിക്കുകയാണ്. എന്താ കളത്തിനും പറയാൻ വയ്യാത്തോണ്ട് അമ്മ ചെമ്പല്ലിയെ പറ്റി പറയുന്നതാണ്. എന്താ ടോപ്പിക്? എന്താ ടോപ്പിക്? കിടക്കുന്നത് ചെമ്പല്ലിയുടെ. 2 ചായ ഉണ്ടല്ലോ. ഞാൻ സ്ലീപ്പർ ബസ്സിലും ചെമ്പല്ലി മാറിട്ടുണ്ട്. മൊത്തം ആഘോഷമായിരുന്നു. മൊത്തം വൈകുന്നേരം ഞാൻ സർപ്രൈസ് ആയി. ഞാൻ ഇവൻ വരുന്ന വിചാരിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടി. ഇപ്പൊ ഞാൻ യൂഷ്വലി ഞെട്ടാറൊന്നും ഇല്ല. അപ്പൊ ഇവിടെ വരുന്നെങ്കിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഇതുണ്ടായിരുന്നു, എന്തെങ്കിലും ചെയ്യുന്നത്. രാവിലെ മമ്മൂക്ക കണ്ടപ്പോ വീണ്ടും സർപ്രൈസ് ചെയ്യും. നാളെ ഷൂട്ട് തുടങ്ങുമ്പോ അതെ, മമ്മൂക്ക കണ്ടു. പിന്നെ ഷൂട്ട് തുടങ്ങി. എന്താണ് എല്ലാം ഒരുമിച്ച് വന്നല്ലോ. അതിന്റെ ശ്വാസം ചുമ്മാ കൈ നിട്ടു. ഞാൻ പറഞ്ഞു ജാനിസമ്മയുണ്ട് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇടയ്ക്ക് വിശ്വസിച്ചു. പിന്നെ അമ്മ ഫ്ലൈറ്റിൽ ഒറ്റ കയറി വരും എന്നൊക്കെ ആലോചിച്ച് പിന്നെ ഒരു ചെറിയ വിശ്വാസത്തിൽ പോയി. അയ്യോ, അത് ഭയങ്കര, അത് വൻ സർപ്രൈസ് ആയിരുന്നു. വന്നാല് അതെ അതെ. അപ്പൊ ആദ്യമായിട്ട് കുഞ്ചുവിന്റെ മുഖത്ത് കാറല്ലേ? അല്ല, ആദ്യമായിട്ട് കുഞ്ചുവിന്റെ മുഖത്തൊരു ഭയങ്കര സർപ്രൈസ് കണ്ടത് ചേട്ടനെ കണ്ടപ്പോ ഇന്ന്. ഇത്രയും മുഖഭാവങ്ങൾ നമ്മൾ മാസ്കുലറായിട്ടുള്ള മുഖഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. കണ്ണിങ്ങ് തള്ളി പുറത്തേക്ക് വന്നിട്ട് ഷേക്കേട്ടൊക്കെ വന്നിട്ട് അങ്ങ് ചാരി തോളിലോട്ട് ചാരി, നീ എപ്പോ വന്നടാന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്കൊന്നും പറയാനില്ലായിരുന്നില്ല. എനിക്ക് എന്താ പറയാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡയറക്ടർ നോക്കി ചിരിക്കുന്നു. എനിക്ക് അവരെല്ലാരും മുമ്പ് ഇരിക്കുന്നു. എനിക്ക് എന്താ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലേ. വിചാരിക്കുന്നത് നമ്മൾ കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. അതെ. അപ്പൊ കുഞ്ചു ഷൂട്ട് നിർത്തി വെച്ച് കുഞ്ചു ബോധം കെട്ട് നമ്മൾ എടുത്തോണ്ട് ഓടി വന്നേ. പിന്നെ ഞങ്ങള് കേക്ക് അതെ അതെ, ഞങ്ങള് കേക്ക് മേടിച്ചോണ്ട് പോയി. അവിടെ ചെന്നപ്പോ ഡയറക്ടറും ടീമും അവരുടെ പ്രൊഡക്ഷൻ എല്ലാവരും അവരും കേക്ക് ഉണ്ടായിരുന്നു. അതെ അതെ. ഞാൻ എന്റെ ഒരു ബർത്ത്ഡേക്ക് ഇത്രയും കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടാകത്തില്ല. കഴിഞ്ഞ ദിവസം എന്റെ സീരിയൽ ടീം വന്നപ്പോ അവർ കേക്ക് കട്ട് ചെയ്തു. ഇപ്പൊ 3 കേക്ക് കട്ട് ഇന്ന് കട്ട് ചെയ്തു. അപ്പൊ എല്ലാം കൂടെ 4 കേക്കായി. സൂപ്പർ മോദം ഉണ്ടാക്കിയിട്ടുണ്ട് മോനെ. കേക്ക് കട്ട്. അതെ, നാളെ മോദക്കറി കൂട്ടിട്ട് ഒരു ചോറുണ്ണലുണ്ട് കുഞ്ചു.
സോ നമ്മുടെ അടുത്ത ഐറ്റം വന്നിരിക്കുകയാണ് ഫ്രഞ്ച് ഓണിയൻ സൂപ്പ്. ഇത് കുഞ്ചുന്റെ ഫേവറേറ്റ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്, അല്ലേ? ഇത് ഫേവറേറ്റ് ആണ്, എനിക്കറിയാം. പറ. ഇവിടുന്ന് ഇഷ്ടപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു. നമ്മൾ യൂഷ്വൽ സൂപ്പ് കുടിക്കാറില്ല അങ്ങനെ, അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. അവിടെ വീണ്ടും മേടിച്ചു. ഞാൻ ഓർത്തു, ദാറ്റ് ഈസ് ഹൈലൈറ്റ്. അപ്പൊ ഞാൻ ബ്രില്യന്റ് ആണോ അല്ലയോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ. ചേട്ടൻ ഫസ്റ്റ് ടൈം കുടിക്കട്ടെ, എന്നിട്ട് അവസരം പറയട്ടെ. വീഡിയോ ചേട്ടന്റെ. ബ്രെഡാ യാ തരതര 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 ശതാബ്ദി കിട്ടുന്നത്. തരതര 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 തരതര. അതാണ് ഞാൻ. ഹൗ വാസ് മൈ സെലക്ഷൻ? സൂപ്പർ സെലക്ഷൻ. എന്താ പേര് ഇതിന്റെ? ഫ്രഞ്ച് ഓണിയൻ സൂപ്പ്. എനിക്ക് പണിയില്ലാന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഒരു കുളിരുണ്ടല്ലേ? ഒരു ചേഞ്ചിന് നിനക്ക് പണിയില്ല, നമുക്ക് രണ്ടു പണിയുണ്ട്. ഒരു വെറൈറ്റി അല്ലേ? 2 weeks ആയിട്ട് എനിക്ക് പണിയില്ല. ഓ മൈ ഗോഡ്, I can't tolerate this. ഇതിന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. എനിക്ക് പാർക്കിൽ ഡാൻസ് ക്ലാസ് അല്ല നടത്തിക്കൂടെ? ചുമ്മാ നടത്തിക്കൂടെ ഡാൻസ് ക്ലാസ് അല്ലോ. ഇതിനൊക്കെ പൈസ കിട്ടുന്നേ. ചുമ്മാ ഈ വഴിപോകാൻ കാശ് എഴുതുമല്ലോ, കാശ് കിട്ടുമല്ലോ. സ്ട്രീറ്റ് ഡാൻസിങ് ഞാൻ നമ്മുടെ വേലൻ നഗറിൽ നടത്താം. എന്റർടൈൻമെന്റ്. അടുത്ത സാധനം വന്നത് പെപ്പറോണി പിസ്സ വാവ്, ഇത് കുഞ്ചുന്റെ സജഷൻ ആയിരുന്നു അല്ലേ? ആൻഡ് പാസ്ത. ഇതെന്ത് പാസ്ത ആയിരുന്നു? മറ്റേ ബീഫ് ബൊളോണി. ആ സാധനം തന്നെ. പേരുകളൊന്നും എനിക്കറിയില്ല, എല്ലാം ഞാൻ തൊട്ട് കാണിച്ച് ഓർഡർ ചെയ്തു. ലെറ്റ് മീ ട്രൈ പിസ്സ. പക്ഷെ എനിക്കിത് കണ്ടിട്ട് നല്ല ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട്, നല്ല ചൂടും ഉണ്ട്. നല്ല എങ്ങനെയുണ്ട് പെക്കൻ? ലെമണോ? അല്ല, മറ്റത് പെക്കൻ. നല്ല സാധനം അല്ലേ? അമ്മയ്ക്ക് വേണ്ടി ഞാൻ കഴിച്ചതാ. അമ്മയ്ക്ക് വേണ്ടിട്ട്. പെക്കൻ മറ്റേ കാരമൽ അല്ലേ? അമ്മയ്ക്ക് വേണ്ടി നിങ്ങളും കഴിച്ചോ? ഓ, അതന്നെ, കാരമൽ. യെസ്, അങ്ങനെ നമ്മുടെ ഇത് അമ്മയ്ക്ക്. അമ്മയ്ക്കായി അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഞങ്ങളുടെ ട്രെൻഡിങ് ആയിട്ടുള്ള മൈലോ ഫ്രഞ്ച് ടോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇത് ചേട്ടന് വേണ്ടി ഞങ്ങൾ എക്സ്ക്ലൂസീവ്ലി ഫുൾ തരുന്നു. ഇത് ഈശ്വര, അവന്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്കോ? വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ ഞാൻ പറയും, പക്ഷെ ഞങ്ങൾ എടുക്കും. കുഞ്ചുന്റെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ മൈലോ ഫ്രഞ്ച് ടോസ്റ്റ്. Happy birthday to you. Happy birthday to you. Wow, happy birthday Prem Kutta. Happy birthday to you. Finally the French toast cutting. Birthday baby adi കഴിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫേസ്ബുക്കിൽ അമ്പോ കൊള്ളാലോ. ചൂടാണല്ലേ, ഞാൻ വെച്ച് തണുപ്പാണെന്ന്. നൈസ് നൈസ് നൈസ്. പക്ഷെ ടേസ്റ്റ് ഉണ്ടോ? യമ്മി യമ്മി. എന്നാ വലിയൊരു വായ എടുക്കൂ. ആണോ? എന്നാ ഊത്. ഗുപ്തനെ പോലെ ഊതി ഊതി കഴിക്കൂ. ഗുപ്തനെ പോലെ ഊതി ഊതി ഫ്രഞ്ച് ടോസ്റ്റ്. ഊതി ഊതി ഫ്രഞ്ച് ടോസ്റ്റ് കഴിക്കും. വാവ്. അങ്ങനെ ഇന്നത്തെ ഒരു നല്ലൊരു ദിവസം
കുട്ടി കുട്ടി സർപ്രൈസുകളും ഹാപ്പിനെസ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കുറേ നല്ല മെമ്മറീസ് എനിക്കും കുഞ്ചുവിനും ഒക്കെ കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് പ്രേമിൻ്റെ ബർത്ത്ഡേ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ ഈ ഒരു കുട്ടി വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ച് കുറേ ലേറ്റ് ആയതുകൊണ്ട് ടയേർഡായി. അപ്പം എല്ലാവരും ഫ്രഷപ്പ് ആയിട്ട് ഉറങ്ങാൻ പോയിരിക്കുകയാണ്. കാരണം അവർക്ക് 2 പേർക്ക് നാളെ ഷൂട്ടിന് പോകണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കിടക്കാൻ പോയി. ഞാനപ്പം ഈ വൈൻഡപ്പ് പറയാനായിട്ട് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.